ഹായ്, ഞങ്ങൾ ഇന്നൊരു സിനിമ കാണാൻ പോവാണ്. ആ സിനിമ കാണാൻ പോകുന്നതിന് പ്രത്യേകം ഇന്ന് പടം റിലീസാണ് അല്ലേ? ഇന്നാണ് റിലീസ്. ആ പടത്തെക്കുറിച്ച് ജിനീഷ് കുറേ കാര്യങ്ങൾ പറയും. ജിനീഷ് ആയിരുന്നു അതിൻ്റെ സൗണ്ട് എഞ്ചിനീയർ. ജിനീഷേ, ആ പടത്തെക്കുറിച്ച് എന്നാണ് പറയാനുള്ളത്? അത് നിന്റെ റോൾ എന്താണ് അതിനകത്ത്? സൗണ്ട് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ഞാനല്ല മെയിൻ. സൗണ്ട് ഡിസൈനർ ഉണ്ട്, ഗണേഷ് മാരാന്ന് പറഞ്ഞിട്ട് മൂപ്പരുടെ അസിസ്റ്റൻ്റായിട്ടാണ് ഞാൻ അതിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. സൗണ്ട് എഡിറ്റിങ്, അതുപോലെ ലൊക്കേഷൻ സിങ് സൗണ്ടാണ് സിനിമ. അപ്പോൾ അതിൽ ലൊക്കേഷൻ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലൊക്കേഷനിൽ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാണ്ട് അതിൻ്റെ ഫോളി പരിപാടികൾ കുറച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ സൗണ്ട് എഡിറ്റിംഗ് പരിപാടികളൊക്കെ. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് താങ്കളുടെ കർത്തവ്യം. അപ്പോൾ ഇതിന് ഒത്തിരി ഒരു ആളുകൾ ഈ കൂടുതൽ ഉണ്ടായിരുന്നല്ലോ, അവരൊക്കെല്ലാം സലാം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ആ സിനിമ കാണുകയാണ്. ആ സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയാം. ഓക്കെ? അപ്പോൾ ഞങ്ങൾ രുദ്രം കാണാൻ തൃശ്ശൂരിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ പറക്കാട് ഉണ്ടല്ലേ, ഈ സൈഡിൽ കൂടെ വല കെട്ടിക്കുന്നുണ്ടോ? പന്നി ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപായമാണ്. അപ്പോൾ ഇതിലെ പന്നി കയറില്ല. കണ്ടില്ലേ, നല്ല കൃഷി വളങ്ങളാണ്. കണ്ടില്ലേ? ഇത് പഴയന്നൂർ ചേലക്കര റൂട്ടാണ്. അതിലെ കൂടെ ഇങ്ങനെ മൂഹാരിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇതാണ് കോൺവെന്റ് സ്കൂൾ. ഇവിടെ പഠിച്ച് പോയ കുട്ടികൾ ഇപ്പോൾ ആരെല്ലാം ആയിരിക്കും? ഇപ്പം നമ്മൾ ചേലക്കര ടൗണിലോട്ട് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. മനോഹരമായ കടകളും ഒരു ടൗണാണ് ഇപ്പോൾ ചേലക്കര. ഇതാണ് ചേലക്കര ബസ് സ്റ്റോപ്പ്. ഇങ്ങോട്ട് പോയാൽ ചേലക്കര ബസ് സ്റ്റാൻഡാണ്. പമ്പുണ്ട്, പെട്രോൾ പമ്പ്. ഒരു നല്ലൊരു വൈബാണ് ചേലക്കരയിലെ കാഴ്ച. ഓട്ടോ സ്റ്റാൻഡ്, കാനറ ബാങ്ക്, SMT സ്കൂള്. ഇതായിരുന്നു ആദ്യത്തെ മെയിൻ ജംഗ്ഷൻ. ചേലക്കര ബസ് കയറാനെല്ലാം ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ബസ് കയറാൻ നിന്നിരുന്ന മെയിൻ സ്ഥലമാണിത്. ഇവിടെ വലിയ ആലൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പുത്തമ്പള്ളി. ഇത് ജിനീഷിൻ്റെ ആൻറ്റിയാണ് കേട്ടോ. കാരണം ആൻറ്റിക്ക് സിനിമയ്ക്ക് പോകണമെന്നുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് വരുമായിരുന്നു. പക്ഷേ ഇദ്ദേഹം ഒരു ടീച്ചറാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു ട്യൂഷൻ സെൻറ്റർ നടത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് ഒരു കോള് വന്നു. ടീച്ചറുടെ പേരെന്ന് പറയാമോ? വെറോണിക്ക ടീച്ചർ. ഞങ്ങൾ മണിന്ന് വിളിക്കും കേട്ടോ. അപ്പോൾ സ്കൂളിൽ വേറെ പേരാണ്. അപ്പോൾ എന്താ പറയാനുള്ള, ട്യൂഷൻ സെൻറ്റർ ഇപ്പോൾ പെട്ടെന്ന് പോകേണ്ട വന്നു അല്ലേ? അതല്ലേ? അപ്പോൾ കണ്ടോ, ഈ ടീച്ചറ് സിനിമ കാണാൻ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ടീച്ചറിൻ്റെ അവിടെ ആരോ ട്യൂഷൻ എടുക്കാൻ ടീച്ചർ വന്നില്ല. അപ്പോൾ അതുകൊണ്ട് ടീച്ചർ പോവുകയാണ്. അപ്പോൾ ടീച്ചറെ സന്തോഷം. കുട്ടികളൊക്കെ നന്നായി പഠിപ്പിക്കുക കേട്ടോ. അപ്പോൾ ടീച്ചർ പോവുകയാണ്. അപ്പോൾ നോക്കണം. അപ്പോൾ പഠിക്കുന്ന മക്കളോടൊരു കാര്യം അല്ലേ, ഓരോ ടീച്ചർമാരും ഇത്ര കഷ്ടപ്പെട്ട് ആണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അവരുടെ ആഗ്രഹങ്ങളൊക്കെ അവർ മാറ്റി വെച്ചുകൊണ്ട് അവർ ശമ്പളം മേടിച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പറ്റില്ല, അവരുടെ ഓരോ ആഗ്രഹങ്ങൾ മാറ്റി വയ്ക്കുകയാണ്. മക്കളെ, നിങ്ങൾ പഠിക്കണം, നിങ്ങൾ ഉഴപ്പരുത്. കണ്ടോ, ഓരോ ടീച്ചർമാരുടെ ആഗ്രഹങ്ങൾ തിരിച്ചാണ് നിങ്ങളെ പഠിപ്പിക്കുമെന്ന് ഓർത്തോണം അവർ. അപ്പോൾ ഓരോ മക്കളും
അത് ഇതുപോലെ പഠിക്കണം. നിങ്ങൾ രാജ്യത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളാണ്. ഓക്കെ, മറക്കരുത് ആരും കേട്ടോ. ഇത് പാടൂക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി കേട്ടോ. പാടൂക്കാട്. ഞങ്ങളിന്ന് രുദ്രം പടം കാണാൻ വന്നത് രാഗം തീരുന്നു കേട്ടോ. അപ്പോൾ അമ്മയ്ക്കൊരു ചായ കുടിക്കണമെന്ന് പറഞ്ഞു. അമ്മ ഏത് പടം കാണാനാണ് വന്നേ? രുദ്രം അല്ലേ? ആ, ഇത് ഇവിടുത്തെ ചായ, ഇവിടുത്തെ രുദ്രത്തിലെ ടീ ഷോപ്പാണ്. മാഷ എന്താ പേര്? സിൻഡോ അല്ലേ? ചായ കോഫിയൊക്കെ ഉണ്ടോ? ഏതാ? ഒരു കോഫി എനിക്ക്. എങ്ങനെയുണ്ട് കാപ്പി? എങ്ങനെയുണ്ട് കാപ്പി? എങ്ങനെയുണ്ട് കാപ്പി? കൊള്ളാവോ? ആ, ഓക്കെ. നല്ല തിരക്കുണ്ട് ദൂരം കാണാൻ വേണ്ടി. നല്ല തിരക്കാണ്. നല്ല തിരക്കാണ്. ഇഷ്ടംപോലെ ആളുകളുണ്ട് ദൂരം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും അമ്മയും കൂടെ വീട്ടിലോട്ട് കയറുകയാണ്. അപ്പോൾ ഞങ്ങൾ സിനിമ കാണാൻ വേണ്ടി കയറുകയാണ്. സിനിമ കണ്ടതിന് ശേഷം ബാക്കി കാര്യം. എല്ലാവർക്കും പാട്ട് ഇഷ്ടപ്പെട്ടു വിചാരിക്കണു. ഇനി കാണാം, ഇതുപോലെ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച് എന്നോട് വന്ന എല്ലാവർക്കും. Thank you so much. My Malayalam is not fluent. അതുകൊണ്ട് അറിയത്തില്ല, but thank you for coming. Yeah. ആണോ? വർക്ക് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. ബൈ ബൈ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച്.